കേരളത്തിന്റെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ടൊരു കാലം ഉണ്ടായിരുന്നു. എല്ലാ സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരുമായിട്ട് ഫൈറ്റാണ്. അതിന്റെ അകത്ത് ഗവൺമെന്റും രാജ്ഭവനും ഒരുപോലെ കുറ്റക്കാരാണ്. ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വൃത്തികേട് മുഴുവൻ ചെയ്തത്. ഇപ്പൊ ഇവർ പരസ്പരം പോരടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പുറത്താണ് ഈ സംവാദം മുഴുവൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങളാണ്, വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ പേരിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനും അതിന്റെ പുറകെ പുതിയ രജിസ്ട്രാറുടെ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ ഗവൺമെന്റ് ചെയ്തതെന്താ? ഡോക്ടർ സിസ തോമസിന്റെ പുറകെ നടന്ന് അവരെ ഉപദ്രവിക്കുകയാണ്. കോടതി എന്ന് പറഞ്ഞില്ല, അവസാനം പുറകെ നടന്ന് ഒരു വൈസ് ചാൻസലറെ, ഒരു സ്ത്രീയെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരുടെ പുറകെ നടന്ന് അവരെ വേട്ടയാടുകയായിരുന്നു ഗവൺമെന്റ്. അവസാനം കോടതിക്ക് ഇടപെട്ടിട്ടാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത്. ഇതെല്ലാം കേരളത്തിലെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഡാമേജ്. അക്കാഡമിക് രംഗത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു പല സർവകലാശാലകളിലും വലിയ നിലയിലേക്ക് പോവുകയാണ്. കേരളത്തിലേക്ക് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? 3-4 വർഷമായി. കേസിന്റെ മീതെ മറ്റ് കേസുകളുമായിട്ട്. ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇതാരെ ബാധിക്കുന്ന വിഷയം? ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്. അല്ലാതെ ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത്? ഇത് അവസാനിപ്പിക്കണ്ടേ? മുഖ്യമന്ത്രിയാണെങ്കിൽ വാദമൊന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ. ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ്. ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ BJP നേതൃത്വവുമായുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ചുനാൾ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി. ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത്. ഇത് കുട്ടികളെ ബാധിക്കും. നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നുപോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടോന്നുള്ളത് വേറെ ചോദ്യം. അധികാരമില്ല. എന്നിട്ട് വൈസ് ചാൻസലർ, ചാർജുള്ള വൈസ് ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ? ശരിയായ രീതിയിലാണ്. ഇത് രണ്ടും തെറ്റാണ്. അത് ശരിയായ രീതിയിലല്ല. മനസ്സിലായി? പിന്നെ മതസംഘടനകൾക്ക് സെനറ്റ് ഹാൾ കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന്. എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത്? പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാർ റദ്ദ് ചെയ്യാമോ? അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണം. ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല. അത് ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ? ഇവിടെ RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതല്ലേ? അന്ന് ഗവൺമെന്റ്, മുഖ്യമന്ത്രി അറിയിക്കണ്ടേ? രാജ്ഭവൻ ഇതുപോലുള്ള സദസ്സുകൾക്ക് വേദിയാകാൻ പാടില്ല എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അപ്പൊ വീണ്ടും ആവർത്തിച്ചു. വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുട്ടികളെ ബാധിക്കുകയാണ്. എനിക്കൊരു ഗൌരവമായ ഒരു വിഷയം കൂടി പറയാനുണ്ട്. കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജം, നോൺ കൺവെൻഷണൽ എനർജി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ദേശീയ തലത്തിലുള്ള നയം. വലിയ 70-75% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി വലിയ ഹൈഡൽ പവറിനോ ഡീസൽ പ്ലാന്റിനോ ഒന്നും സാധ്യതയില്ല. അപ്പൊ പാരമ്പര്യേതര ഊർജ്ജത്തിലെ ഏറ്റവും പ്രധാനം സോളാർ എനർജിയാണ്. ഇപ്പോ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജ സംവിധാനത്തിന്റെ മുഴുവൻ നടുവൊടിക്കുന്ന പരിപാടിയാണ്. സോളാർ എനർജി പ്ലാന്റുകൾ മുഴുവൻ പൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. വളരെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. 1000 കിലോവാട്ടിന് ഉണ്ടായിരുന്നത് ഇപ്പൊ 3 കിലോവാട്ടാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് പകല് കൊടുക്കുന്ന വൈദ്യുതി അതിന്റെ കൂടിയ വിലയ്ക്ക് അത് രാത്രി തിരിച്ചു തന്നിരുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു പൈസ, തിരിച്ച് രാത്രി കൊടുക്കുമ്പോൾ വലിയ വില വൈദ്യുതി ബോർഡ് ഈടാക്കുകയാണ്. മാത്രമല്ല 5 കിലോവാട്ടിന് മീതെയുള്ള സ്ഥലത്ത് 30% ബാറ്ററിയിൽ ശേഖരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതോടുകൂടി ഒരു 2 ലക്ഷം രൂപയുടെ വർധനവ് ഓരോ പ്ലാന്റിനും പുതിയതായിട്ടുണ്ടാവുകയാണ്. അവസാനം ഇതെല്ലാം അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലാണ്. 5000-ഓളം സംരംഭങ്ങൾ കേരളത്തിലുണ്ട്. ഒരു വ്യവസായ സംരംഭങ്ങളായി, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായി കേരളത്തിലുണ്ട്. അത് മുഴുവൻ അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്.
മാത്രമല്ല ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു പുതിയ ബാറ്ററി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുറകിൽ ഒരു അഴിമതി മണക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ബാറ്ററി വരും. വേറെ 2 കമ്പനിയാണ് ആ ബാറ്ററി ഉത്പാദിപ്പിക്കുന്നത്. അവരാ ബാറ്ററി കൊണ്ടുവരും. ആ ബാറ്ററി കമ്പൽസറി ആക്കുക. ഇപ്പൊ ഇവിടെ അവൈലബിൾ അല്ലാത്ത ഒരു ബാറ്ററി അത് 2 കമ്പനികളാണ് ഉത്പാദിപ്പിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ബാറ്ററി മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ സംവിധാനം കൊണ്ടുവരിക. അപ്പൊ ഇത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജം നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നടുവടിക്കുന്ന ഒരു സമീപനമാണ് റെഗുലേറ്ററി അതോറിറ്റിയും സർക്കാരും ചെയ്യുന്നത്. അതിൽ നിന്ന് അവർ പിന്മാറണം എന്ന് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ്. അല്ലല്ല, ഞങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടിനൊപ്പം അല്ലല്ലോ ഞങ്ങൾ നിന്നിരുന്നത്. ഞങ്ങൾ ഗവർണറുടെ കൂടെ അല്ലായിരുന്നു, ഗവൺമെന്റിന്റെ കൂടെ അല്ലായിരുന്നല്ലോ. ഗവർണറും ഗവൺമെന്റും തമ്മിൽ, കഴിഞ്ഞ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഒത്തുകൂടിയിട്ടല്ലേ ഇല്ലീഗലായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് മുഴുവൻ നടത്തിയത്, ഇല്ലേ? ചാൻസലർ, പ്രോ ചാൻസലർ കത്ത് കൊടുക്കണം എങ്ങനെ? വൈസ് ചാൻസലറുടെ നിയമനത്തിൽ അവർക്ക് അധികാരം ഉണ്ടായിരുന്നോ? വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ മുഴുവൻ തെറ്റുകൾ ചെയ്തത്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം, നിസ്സാരമായ കാര്യങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഈ വിഷയങ്ങളുടെ പുറത്ത് എന്തിനാ അങ്ങനെയാണെങ്കിൽ ആ സെനറ്റോള് ഈ മതസംഘടനയ്ക്ക് കൊടുത്തെന്തിനാ? ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ റദ്ദാക്കണോ ചെയ്യുന്നത്? ചാൻസലർ വരുന്ന പരിപാടി രജിസ്ട്രാർ റദ്ദാക്കാമോ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞ ഇതിന്റെ ഇരകളാകുന്ന കുട്ടികളല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ. ഇവിടെ വേറെ വല്ലതും നടക്കുന്നുണ്ടോ? ഇതല്ലാതെ വല്ലതും നടക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർക്ക് യൂണിവേഴ്സിറ്റി കയറാൻ വയ്യ. അപ്പൊ പ്രതിരോധം, ഉപരോധം. ഞാൻ ചോദിച്ചല്ല, സിസ തോമസിനോടൊക്കെ ഗവൺമെന്റ് ചെയ്തത് എന്താണ്? കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞല്ലോ ക്രൂരതയാണ് ചെയ്തതെന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പൊ അത് ഉന്നത വിദ്യാഭ്യാസ 2 കാര്യങ്ങളിലായിരുന്നു കേരളത്തിൽ മുന്നിട്ട് നിന്നിരുന്നത്. ഒന്ന് വിദ്യാഭ്യാസ രംഗവും ഒന്ന് ആരോഗ്യരംഗവും. രണ്ടിന്റെയും സ്ഥിതി ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഏകദേശം തീരുമാനമായി. ഇപ്പൊ തർക്കം നടക്കുന്നത് എന്താ? ഇപ്പൊ മാത്രമല്ല മോശമായത്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും മോശമായിരുന്നു. വീണ ജോർജ് മാത്രമല്ല മോശക്കാരി, ശൈല ടീച്ചറും മോശക്കാരിയായിരുന്നു അല്ലേ? ഇപ്പൊ CPM നടക്കുന്ന തർക്കം അല്ലേ? അതിലെ സജി ചെറിയാൻ പറഞ്ഞ കൃത്യമായിട്ട് അന്നും കണക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഒരു MLAക്ക് സർക്കാർ ആശുപത്രി പോയി ചെന്ന് കിടന്നാലുള്ള സ്ഥിതി എന്താണെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സംവിധാനങ്ങൾ തകരുകയാണ്. ആകെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു, ആരോഗ്യമന്ത്രി, സിസ്റ്റത്തിന്റെയാണ് കുഴപ്പം. അത് സത്യമാണ്. ആ സിസ്റ്റത്തിന്റെയാണ് കുഴപ്പം. ഇവര് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിന്റെയാണ് കുഴപ്പം. നിങ്ങളിവിടെ ഡോക്ടർമാരോട് ചോദിക്കും, ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടറല്ലേ വന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞത്? നിങ്ങൾ ബാക്കി ഡോക്ടർമാരോട് എല്ലാവരുടെയും ചോദിക്കും. എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉള്ളവരല്ലേ. എന്താണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സ്ഥിതി എന്താണെന്ന് ചോദിക്കും. ഗവൺമെന്റിന്റെ ഇടപെടൽ എത്ര മോശമാണെന്ന് ചോദിക്കും. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകൾ നോക്ക്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അടിച്ചേൽപ്പിക്കുകയാണ്. വേറെ തരത്തിലാണ് ലാംഗ്വേജ്, വേറെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങളിത് നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു. അതായത് കാരുണ്യ പദ്ധതി, ആരോഗ്യ പദ്ധതി, കാരുണ്യ ബെനവലന്റ് പദ്ധതി, ആരോഗ്യ കിരണം പദ്ധതി, ഹൃദ്യം പദ്ധതി, JSSK, ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, അവർക്ക് മരുന്ന് കൊടുക്കുമായിരുന്നു. ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ് അതിന്. അത് എല്ലാം നിർത്തലായി, എല്ലാം വഴിയിലാണ് കിടക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇതെല്ലാം ഈ 1800 കോടിയാണ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത്. ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികൾ കാസ്പ് കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ചില ആശുപത്രിക്ക് 200 കോടി 250 കോടിയൊക്കെ കൊടുക്കാനുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ഈ HDC ഫണ്ടിൽ പൈസ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ കാരുണ്യ പദ്ധതിയുടെ പൈസ HDCന്റെ അടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പൈസ ഉണ്ടായേനെ. മുഴുവൻ അവർ പറഞ്ഞത് സത്യമാണ്. മുഴുവൻ സിസ്റ്റവും തയ്യാറാറില്ല. അല്ല, അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് എയർപോർട്ടിന്റെ പദ്ധതി വന്നപ്പോൾ തീരുമാനിച്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അവരെല്ലാം സമരം ചെയ്ത ആളുകളല്ലേ, സമരം ചെയ്ത ആളുകളല്ലേ ഇവരെല്ലാവരും. പിന്നെ വീണ്ടും പദ്ധതിയായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലല്ലോ, രഹസ്യമായിട്ടാണ്. പുറത്ത് പറയട്ടെ.
എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്ന ഞാൻ അവിടെ പോവാം. അല്ല, മുഖ്യമന്ത്രി സ്ഥലവും സമയവും തന്ന ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ട് സംവാദം ഏർപ്പെടും നടാൻ. ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം, റെഡിയാണ്. അദ്ദേഹം തരട്ടെ, അദ്ദേഹം വന്നിട്ട്. അദ്ദേഹം ആ അബദ്ധം കാണിക്കില്ല എന്ന് എനിക്കറിയാം. അല്ലെന്ന്, മുഖ്യമന്ത്രി അത് ചെയ്യില്ലല്ലോ. ഇതൊക്കെ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ എത്താം. ഞാൻ 3 പ്രാവശ്യമായി പറഞ്ഞു, അവിടെ ഞാൻ വരാം, അവിടെ വരാം, റെഡിയാണ്, തയ്യാറാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, അത് ഈ മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പഴയ മന്ത്രിയുടെ കാലത്തും മോശമായിരുന്നെന്നാണ് പറഞ്ഞത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അപ്പൊ ഈ മന്ത്രിയുടെ കാലത്തല്ല ഈ കുഴപ്പമുണ്ടായത് എന്ന് പറഞ്ഞ് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. സജി ചെറിയാനായതുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയത്. ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ല. അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ പേടിയാണ്. കാരണം എയർപോർട്ടിൽ വെച്ച്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കും. നാളെ ഇയാളെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ പ്രതിയായ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചിലപ്പോൾ വധൂവരന്മാരുടെ ഇപ്പുറത്ത് നിന്ന് പടം എടുക്കും, ചിലപ്പോൾ അപ്പുറത്ത് വേറൊരുത്തും കയറിയിട്ടുണ്ടാവും ഫോട്ടോ. നാളെ ആവും വല്ല കള്ളക്കടത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവന്റെ കൂടെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് നിങ്ങൾ ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അപ്പൊ ഇവര് വന്നപ്പോ അവര് ചാരപ്രവർത്തക അല്ലായിരുന്നു, വ്ളോഗർ എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത്. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. പക്ഷെ CPM ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്തേനെ. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും മെക്കിട്ട് കയറില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല. അവര് അന്ന് നിർദോഷമായിട്ടാണ് അത് ചെയ്തത്. പിന്നീട് ഇവിടെ വന്നവര് ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞ് പേസി പിടിക്കുകയല്ലേ ചെയ്തത്, അല്ലേ? അതിനവരെ എങ്ങനെ കുറ്റപ്പെടുന്നത്? ഇപ്പോ ഏതെങ്കിലും ഒരാൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് വേറെ ഏതെങ്കിലും കുഴപ്പം പിടിച്ച കേസിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും പ്രതിപക്ഷം ആവശ്യമില്ലാത്ത കാര്യമൊന്നും എടുത്ത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അവരെ കൊണ്ട് ഇത് പറ്റില്ല. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞങ്ങളുടെ ഡിമാൻഡാണ്. പിന്നെ ഇവിടെ കുറെ പേര് ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയേക്കുക. ആദ്യമായിട്ടാണല്ലോ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് എത്ര മാർച്ച് നടത്തിയ ആളുകളാണ് ഇവരെല്ലാം. അവരെല്ലാം നേതാക്കന്മാരല്ലേ? മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമര സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ്? CPM അല്ലേ? കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധത്തിനെതിരെ എന്തിനാണ് ഇത്ര ഇത്? അവർ പ്രതിപക്ഷ നേതാക്കൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്. പേടിപ്പിക്കുകയാണ്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ. ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. പ്രതിപക്ഷ നേതാക്കന്മാര് റോഡിലിറങ്ങില്ല, അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും. അത് പറഞ്ഞപ്പേ മന്ത്രിമാരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ ധനകാര്യമന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ. നിങ്ങളൊന്ന് പോയി അവരെ കാണുമ്പോൾ പറയുക ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറയും. ഞങ്ങൾ വഴിയിലിറങ്ങില്ലെന്ന് കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ ഇങ്ങോട്ട് എടുക്കണ്ട, ഞങ്ങളോട് അതൊന്നും വേണ്ട. അല്ല, അവര് പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിൽ ഇറങ്ങേണ്ടതാണ്, പ്രതിപക്ഷ നേതാക്കന്മാർക്കും MLA-മാർക്കും വീടുകളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വാന്നേ, ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. പിന്നെ മന്ത്രിമാര് പറഞ്ഞല്ലോ ഇത് KM മാണിക്കെതിരെ നടന്നത് എന്താണ്? KM മാണിക്കെതിരെ എന്തായിരുന്നു നടന്നത്? ബജറ്റ് അവതരിപ്പിക്കാൻ പോലും ഇന്ത്യയുടെ നിയമസഭാ ചരിത്രങ്ങളിലില്ല. ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ നടത്തിയ അന്ന് അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മന്ത്രിമാരായിട്ടിരിക്കുക ഈ മന്ത്രിസഭയിൽ. എന്നിട്ട് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ പാടില്ലെന്ന്. എന്നാൽ വേറെ ആരെങ്കിലും വന്ന് കൂട്ടിനിന്നോ? ആരെങ്കിലും ഒറ്റയ്ക്കാണ് ആക്രമണമാക്കി? ആരോഗ്യ വകുപ്പിൽ കുഴപ്പമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിയോട് പറയും. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൂടി ചേർത്താനുള്ള പറയണത്, ധനകാര്യമന്ത്രിയെ കൂടി ചേർത്താനുള്ള പറയണത് ആണല്ലോ. ഒറ്റപ്പെട്ട് ആക്രമിച്ചെന്ന്. ബാക്കിയുള്ള മന്ത്രിമാരുടെയൊക്കെ നേരെ എന്തായിരുന്നു?
പഴയ ചരിത്രം പറഞ്ഞു. ഇപ്പൊ മുതലാളിത്ത മനോഭാവം, സമര സംഘടനയൊക്കെ പോയി, ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. CPM മുതലാളിത്ത സംഘടനയാണ്. അതുകൊണ്ടാണ് ആശാ വർക്കർമാര് സമരം ചെയ്യാൻ പാടില്ല, യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യാൻ പാടില്ല, യൂത്ത് ലീഗുകാർ സമരം ചെയ്യാൻ പാടില്ല. സമരം കാണുമ്പോൾ ചതുർത്ഥിയാണ്. ഞാൻ പറഞ്ഞല്ലോ, 40 വർഷം മുമ്പ് 50 വർഷം മുമ്പ് സത്യന്റെ നസീറിലെ സിനിമയിൽ കാണിക്കുന്ന മുതലാളിമാരുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇവർക്ക്. മുതലാളിത്ത ചിന്തയാണ്, വലിയ ആളുകളായി പോയെന്നുള്ള ധാരണയാണ്.